വീണ്ടും വരുന്നവനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹവന്ദനം ചെയ്യുന്നു. വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം വീണ്ടും ഒരു അവസരം എനിക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ വീണ്ടും കഴിഞ്ഞ വീഡിയോയിലേക്ക് പറഞ്ഞതുപോലെ ഞാൻ ഷിപ്പിൽ തന്നെയാണ്. നിങ്ങൾ നോക്കിയാൽ ഞാനിങ്ങനെ ഇളകി ആടുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും. കടൽ കുറച്ച് മോശമാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ അനങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കും. ഞാനും കർട്ടനുമൊക്കെ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അത് ഞങ്ങൾക്ക് സ്ഥിരമായ ഒരു അനുഭവമായതുകൊണ്ട് ഞങ്ങൾക്കത് പ്രശ്നമല്ല. ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ഒരു പ്രത്യേക വിഷയം ഈ ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ചാണ്. ഒരുപാട് പേര് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തവരാണ്. പെന്തക്കോസ്തുകാരായിട്ടുള്ള വിശ്വാസികൾക്ക് ഇതിനെക്കുറിച്ച് നല്ല അറിവുണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയല്ല ഞാൻ ഈ പറയുന്നത്. ഭാരപ്പെട്ടുമൊക്കെ ഇരിക്കുന്ന വിശ്വാസികളല്ലാത്തവരും അല്ലാത്തവർക്കുമായി ഒരു ചെറിയ ഒരു സംക്ഷിപ്തമായ കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്തെ ദൈവമാണ് സൃഷ്ടിച്ചത്. ഈ കാണുന്ന സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ എല്ലാം സൃഷ്ടിച്ച ഒരു സർവശക്തനായ ദൈവം. ആ ദൈവം തൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി സൃഷ്ടിച്ച ലോകം ദൈവത്തിൻ്റെ ഹിതത്തിന് പുറത്തു പോയിട്ട് പാപത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വർഗമായി ഉണ്ടാക്കിയ ലോകം ഇത് വളരെ കഷ്ടത്തിൻ്റെയും ഗതികേടിൻ്റെയും പ്രശ്നങ്ങളുടെയും നടുക്കാണ്. എങ്ങനെയൊക്കെയോ മനുഷ്യൻ തൻ്റെ വയസ്സ് പൂർത്തിയാക്കുന്നു എന്നുള്ളതല്ലാതെ യഥാർത്ഥ മനസ്സമാധാനമുള്ളവരോ സന്തോഷമുള്ളവരോ ഒക്കെ ഈ ലോകത്ത് വളരെ കുറവാണ്. സാമ്പത്തികമുണ്ടെന്ന് പറഞ്ഞാലും മനസ്സമാനവും ഒന്നുമില്ലാത്ത ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. രണ്ട്, മരണഭയം, എപ്പോഴും കടന്നു വരാവുന്ന മരണം. എന്നാൽ ഈ ലോകത്തിൻ്റെ ഇന്നത്തെ സ്ഥിതിയൊക്കെ നോക്കുമ്പോൾ മനുഷ്യന് എന്താണ് സംഭവിക്കുന്നത് തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വേദപുസ്തകം കൃത്യമായിട്ട് ഈ ലോകവും അതിൻ്റെ അവസാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ലോകത്തിൻ്റെ സൃഷ്ടി മുതൽ ലോകത്തിൻ്റെ അവസാനം കഴിഞ്ഞ് അടുത്ത ലോകത്തിലേക്ക് പ്രവേശിക്കുന്നവരെയുള്ള കാര്യങ്ങൾ ഈ പുസ്തകത്തിനകത്ത് അടുക്കും ചിട്ടയായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ മറ്റു മതപുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. ഒന്നിലും ഇത്രയും ക്ലിയറായിട്ടോ ഒന്നും കറക്റ്റായിട്ടോ എഴുതിയിട്ടില്ല. ബൈബിളിനകത്ത് വളരെ കൃത്യമായ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ലോകാവസാനത്തിൻ്റെ ചിഹ്നങ്ങൾ മത്തായി അതിൻ്റെ 24-ാം അധ്യായം, ലൂക്കോസ് 17-ാം അധ്യായം, മർക്കോസ് 13-ാം അധ്യായം, അങ്ങനെ 3 ഭാഗങ്ങളിലായിട്ട് യേശു കർത്താവ് ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ദാനിയേൽ ലോകാവസാനത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മറ്റ് പ്രവാചകന്മാരൊക്കെ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യന് നല്ലവണ്ണം മനസ്സിലാകുന്ന ഭാഷയിലല്ലെങ്കിലും കോഡ് ഭാഷയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ കൃത്യമായി ലോകാവസാനത്തിൻ്റെ ചിഹ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ സംസ്ഥാപനമായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ യേശുവിനെ കൊല്ലുന്നതിൻ്റെ ശാപമല്ല ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പിതാക്കന്മാർ വിളിച്ചു പറഞ്ഞ് യേശുവിനെ ക്രൂശിച്ചപ്പോൾ അവർ സ്വയം വലിച്ചു വെച്ച ശാപങ്ങൾ അവരുടെ പിൻതലമുറയെ പിന്തുടരുവാനിടയാകുകയും അവരുടെ ദേശത്ത് നിന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള അവരുടെ ദേശത്ത് നിന്ന് അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ചും കേരളത്തിൽ കൊച്ചി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് അവർ പറിച്ചു നടപ്പെട്ടു എന്ന് നമുക്കറിയാം. എന്നാൽ 1948
അതിനു മുമ്പ് അവർ തങ്ങൾ യേശുവിനെ കൊന്നത് തെറ്റായി പോയെന്ന് അവരുടെ നേതാക്കന്മാർ ഒരുമിച്ച് കൂടി ഏറ്റുപറഞ്ഞ ഒരു കാലത്തിന് ശേഷം അവർ പശ്ചാത്തപിക്കുമ്പോൾ, ദൈവമായിട്ട് ഉള്ള കരാറിലേക്ക് അവർ തിരിച്ചു വരുമ്പോൾ, ഉടമ്പടിയിലേക്ക് തിരിച്ചു വരുമ്പോൾ, അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നായാലും അവരെ തെക്കുന്നും വടക്കുന്നും പടിഞ്ഞാറെന്നും കിഴക്കുന്നും ഒക്കെ അവരെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള വാഗ്ദത്ത പ്രകാരം 2000 വർഷങ്ങൾക്ക് മുമ്പ് നശിച്ചു പോകാത്ത ഒരു ജനത്തെ ദൈവം വീണ്ടും ഇസ്രായേൽ എന്ന രാജ്യത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഭൂപടത്തിൽ ഒരു ചെറിയ ഒരു പൊട്ടുപോലെ കിടക്കുന്ന ഒരു രാജ്യമാണെങ്കിലും ലോകരാജ്യങ്ങളെ അവരെക്കാളും എത്രയോ ഇരട്ടി വലിപ്പമുള്ള അനേക രാജ്യങ്ങളെ വിറപ്പിക്കുവാൻ ശക്തിയുള്ള രാജ്യമായിട്ടാണ് ഇസ്രായേൽ കഴിയുന്നത്. ആയുധബലം കൊണ്ട് മാത്രമല്ല, സാമ്പത്തിക ബലം കൊണ്ടും ലോകത്തിലെ സമ്പത്തിൻ്റെ വലിയൊരു ഭാഗം യഹൂദൻ്റെ കയ്യിലിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ആ ഇസ്രായേലിൻ്റെ സ്ഥാപനമാണ് ലോകാവസാനം തുടങ്ങുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തിൻ്റെ ആദ്യ ഭാഗം. അന്ന് തൊട്ട് ലോകാവസാനത്തിൻ്റെ കാര്യങ്ങൾ നടന്നു വരികയാണ്. ഒരുപാട് കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ട് ഇനിയും വരാൻ പോകുന്ന കാലങ്ങളൊന്നും നല്ലതല്ല. ഏത് ഗവൺമെൻറ് വന്നാലും ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വന്നുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ നാളുകളിൽ 2018-ലും 2019-ലും കൊറോണ, വെള്ളപ്പൊക്കം, എന്തെല്ലാം പ്രയാസങ്ങൾ കേരളം നേരിട്ടു, ലോകം നേരിട്ടു. ഒരിക്കലും ഇന്നുവരെ ലോകം ഉണ്ടായതിനു ശേഷം ഇന്നുവരെ നടക്കാത്തപോലുള്ള പ്രശ്നങ്ങളാണ് കോവിഡിൻ്റെ സമയത്ത് നമ്മൾ അനുഭവിച്ചത്. ഇനി അതുപോലെ എത്രയോ മാരകമായ പ്രയാസങ്ങൾ, ഭൂകമ്പങ്ങൾ, കഷ്ടകാലങ്ങൾ, രോഗങ്ങൾ, വംശനാശങ്ങൾ എന്തെല്ലാം ഇനി വരാനിരിക്കുന്നു. മനുഷ്യൻ്റെ സ്വഭാവത്തിന് വന്ന വ്യത്യാസം, മനുഷ്യൻ കൂടുതൽ പൈശാചികനായി ദൈവത്തെ എതിർക്കുന്നവനായി മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടം. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് വേദപുസ്തകം പറയുന്നതിൻ്റെ കൃത്യതയിലേക്കാണ്. ഈ ബൈബിള് വായിച്ചാൽ അതിനകത്ത് മുഴുവൻ ഹിസ്റ്ററി നിങ്ങൾക്ക് കിട്ടുവാനായിട്ടിടയാവും. അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ലോകത്തിൽ എന്ത് സംഭവിക്കും. എന്നാൽ ചെറുതായിട്ട് ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് മുഖവര പറയാൻ തന്നെ 8 മിനിറ്റ് ആയെങ്കിൽ അതെനിക്ക് പറഞ്ഞു നിർത്തേണ്ടത് വലിയൊരു ആവശ്യമാണ്. ഇത് കാലത്തിൻ്റെ അന്ത്യത്തിലേക്ക് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ വരവ് വളരെ അടുത്തു എന്ന് തന്നെയാണ്. അതെങ്ങനെ അറിയാം എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു നമ്മൾ വിശ്വസിക്കുന്നത് യേശുക്രിസ്തു മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരികയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച, വിശുദ്ധരായി ജീവിച്ച് മരിച്ച യേശുവിൻ്റെ സഭയുടെ മെമ്പേഴ്സായിരിക്കുന്ന, തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്ന സഭ ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ അവർ ജീവനോടെ എടുക്കപ്പെടും. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ, ചിലപ്പോൾ കോടിക്കണക്കിന് ആളുകൾ ഒറ്റ ദിവസം അപ്രത്യക്ഷമാകുമ്പോൾ എന്താ സംഭവിക്കുക? അതിന് അന്നത്തെ പത്രങ്ങളിൽ എന്തായിരിക്കും വരാൻ പോകുന്നത് ഞാൻ നിങ്ങളോട് പറയാം. ഈ എടുക്കപ്പെടൽ, അതായത് റാപ്ചർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് അടുത്തു എന്നുള്ളതിൻ്റെ ലക്ഷണം ഇന്നത്തെ പത്രങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഏലിയൻസ് അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള വാർത്തകളാണ്. അന്യഗ്രഹ ജീവികൾ വരുന്നു, ഗ്രഹ ജീവികൾ മറ്റുള്ളവരെ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നുള്ള ന്യൂസുകളൊക്കെ ഇപ്പോൾ അങ്ങ് പരക്കുകയാണ്. ഇത് സത്യത്തിൽ സാത്താനാണ് ഇത് പരത്തുന്നത്. എന്തുകൊണ്ടാണ് ആ പരത്തുന്നതെന്ന് ഞാൻ പറയാം. ഒരു ദിവസം ദൈവജനം എടുക്കപ്പെടുമ്പോൾ അടുത്ത ദിവസം പത്രത്തിൽ വരാൻ പോകുന്ന വാർത്ത ഞാൻ പറയാം. അന്യഗ്രഹ ജീവികൾ വന്ന് ഭൂമിയിലെ കോടിക്കണക്കിന് ആളുകളെ തട്ടിക്കൊണ്ട് ബഹിരാകാശത്തേക്ക് പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് അന്യഗ്രഹ ജീവിയൊന്നുമല്ല. നമ്മുടെ സ്രഷ്ടാവും ലോകത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവാണ് കള്ളനെ പോലെ വന്ന് തൻ്റെ ജനത്തെ തട്ടിക്കൊണ്ടുപോയത്. അത് ഏലിയനല്ല, അത് സൃഷ്ടിതാവാണ്.
ആ യേശു അങ്ങനെ ചെയ്യാൻ പോകുന്നതെന്നും കാലം അത് അടുത്തു എന്നും അറിയാവുന്നതാണ് പിശാച് ഏലിയൻസിൻ്റെ കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഇത് ഈ അടുത്ത കാലത്ത് സംഭവിക്കണമെങ്കിൽ അതിനു മുമ്പ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇന്ന് വരെയുള്ള ഉണർവുകളെല്ലാം, ഉണർവ് എന്ന് പറഞ്ഞാൽ ഒരു ദേശത്ത് ദൈവസാന്നിധ്യം ഇറങ്ങി വരികയും മനുഷ്യന്റെ കുറവുകളെ കാണാതെ ഒരു ദേശത്തെ ജനതയെ മുഴുവൻ ദൈവം തൊടുകയും അവരെല്ലാം ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരികയും തങ്ങളുടെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിച്ചുകൊണ്ട് ദൈവസഭയിലേക്ക് ഒരു ദേശം മുഴുവനായിട്ട് കടന്നു വരികയും ദൈവഹിതപ്രകാരം ജീവിക്കുകയും ചെയ്യുന്നതിനാണ് ഉണർവ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ ചർച്ചിലേക്ക് ചിലരൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് സൺഡേയിലും ഒക്കെ സഭയിൽ വരുമ്പോൾ എല്ലാവരും മതിമറന്നങ്ങ് കൈയടിച്ച് തുള്ളി ആത്മാവിലായി ആരാധിക്കുന്നതാണ് ഉണർവ് എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. അതൊന്നും ഉണർവൊന്നുമല്ല. ഉണർവുണ്ടാകാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണെന്നേ ഉള്ളൂ. പക്ഷേ ഈ 5 മിനിറ്റ് കൊണ്ട് 1 മണിക്കൂർ ആരാധന കൊണ്ട് തീരുന്ന ഉണർവിനെ ഉണർവെന്ന് വിശ്വസിക്കേണ്ട. അതൊന്നും ഉണർവല്ല. ഒരു ഉണർവിൽ ഒരു ദേശം മുഴുവനാണ് രക്ഷിക്കപ്പെടുന്നത്, അല്ലാതെ ഒരു സഭയല്ല. എന്നാൽ ഇന്ന് വരെ നടന്നിട്ടുള്ള ഒരു ഉണർവിനും ലോകത്തിലെ മുഴുവൻ ജനതയെ തൊടുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു വെളിപ്പാടുണ്ട്. ഈ ഭൂമി മുഴുവൻ ഒരു വ്യാപിക്കുന്ന ഒരു വലിയൊരു ഉണർവ് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ യേശുവിൻ്റെ നാമം ഭൂമിയിൽ എല്ലായിടത്തും പരക്കുകയും ദൈവജനം എടുക്കപ്പെടുകയും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഒരു ഉണർവിനെ തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഉണർവ് കഴിഞ്ഞ് ദൈവസഭ എടുക്കപ്പെട്ടാൽ പിന്നെന്താ സംഭവിക്കുക? ഇന്നത്തെ ഇസ്രായേലിന്റെ കാര്യം പറയാം. ഇന്നത്തെ ഇസ്രായേലില് അവർക്കൊരു ആലയമില്ല, അതായത് അവർക്കൊരു മന്ദിരമില്ല, അല്ലെങ്കിൽ ഒരു പള്ളിയില്ല. ഒരു യഹൂദന് ഒരു പള്ളി മാത്രമേ ഉള്ളൂ, ഒറ്റ പള്ളിയേ ഉള്ളൂ. ആ പള്ളി AD 70 ടൈറ്റസ് സീസർ എന്ന് പറഞ്ഞ റോമൻ ഭരണാധികാരി അത് നശിപ്പിച്ച്, കർത്താവ് മത്തായി 24 അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ മന്ദിരം, ഈ ആലയം കല്ലിന്മേൽ കല്ലില്ലാതെ നശിച്ചു പോകുമെന്ന് കർത്താവ് പറഞ്ഞ പ്രവചന പ്രകാരം അത് AD 70 അത് നിറവേറുവാനിടയായി. അതിനുശേഷം ഇന്ന് വരെ ആലയം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ സെനഗോഗുകൾ എന്ന് പറഞ്ഞ ചെറിയ കെട്ടിടങ്ങളിലാണ് അവർ അവിടെ ഇവിടെയൊക്കെ ഇട്ട് ആരാധിക്കുന്നത്. എന്നാൽ അതിനെ ഒരു ആരാധന സ്ഥലമെന്ന് പറയുവാനായിട്ട് കഴിയുകയില്ല. യെരുശലേമിലെ മന്ദിരമാണ് അവരുടെ യഥാർത്ഥ പള്ളി. എന്നാൽ അവിടെ വെക്കുവാൻ കഴിയത്തില്ല, കാരണം അവിടെ യഹൂദൻ്റെ പള്ളിയുടെ മുകളിൽ അവിടെ ഒരു മുസ്ലിം പള്ളി അവിടെ വെച്ചിട്ടുണ്ട്. അതും മക്കയും മദീനയും കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള പള്ളിയാണ് അവിടെയുള്ളത്. ഇപ്പോൾ വളരെ രീതിയിൽ അവർ സ്ട്രിക്റ്റ് ആയിട്ടാണ് അവിടെയൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നതെങ്കിലും അത് പൊളിച്ചു കളയാനോ അവരുടെ പള്ളി പണിയുവാനോ ഒന്നും അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് അവർക്ക് ചെയ്തേ പറ്റുള്ളൂ. കാലങ്ങൾ പറയുന്നു, അവരതിനു വേണ്ടി എല്ലാ രീതിയിലും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ചുറ്റുപാടും പിടിച്ചടക്കുന്നു, ശത്രുക്കളെ അടിച്ചമർത്തുന്നു, യാതൊരു മയവുമില്ലാതെ അവർ കാര്യങ്ങൾ നടത്തുന്നു. അതിൻ്റെ എല്ലാ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, അവർക്ക് പള്ളി പണിയണം. പക്ഷെ പള്ളി പണിയുവാനായിട്ട് അവർക്ക് ഒറ്റയ്ക്ക് കഴിയാത്തത് കൊണ്ട് അവരെ അതിന് സഹായിക്കാനും ഇന്ന് കാണുന്ന ലോകത്തിലെ പ്രശ്നങ്ങളെ അവസാനിപ്പിക്കാമെന്നും വാക്ക് പറഞ്ഞുകൊണ്ട് ഒരു ലോക ഗവൺമെൻറ് ഉണ്ടാകുകയും ആ ലോക ഗവൺമെൻറ്റിൻ്റെ പ്രസിഡൻ്റായിട്ട് യേശു ഭൂമിയിൽ വന്ന് അവതരിച്ചതുപോലെ സാത്താൻ ഈ ഭൂമിയിൽ എവിടെയോ അവതരിച്ചിട്ടുണ്ട്. ചിലർ പറയും ട്രംപ് ആണെന്ന് പറയും, എലോൺ മസ്ക് ആണെന്ന് പറയും, മാർപ്പാപ്പയാണെന്ന് പറയും, ഇങ്ങനെ പലതുമൊക്കെ വിളിച്ചു പറയും. ഇതിലൊന്നും ഒരു കാര്യമില്ല. കാരണം വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, തടുത്തു നിർത്തുന്നവൻ മാറിപ്പോകാതെ അത് വെളിപ്പെട്ട് വരത്തില്ല. ആരാ നമുക്കറിയത്തില്ല, ആരോ ഇവിടെ ഭൂമിയിലുണ്ട്. അത് സാത്താൻ്റെ യേശു മനുഷ്യനായിട്ട് ജനിച്ചതുപോലെ സാത്താൻ ഭൂമിയിൽ മനുഷ്യനായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അറിയത്തില്ല അത്. പക്ഷെ ഭൂമിയിൽ അവൻ പ്രസിഡൻ്റായിട്ട് വരുന്നൊരു കാലം വരും. ആ കാലം ഭൂമിയിൽ വലിയ പ്രതീക്ഷകൾ ഉയർത്തിക്കൊണ്ടായിരിക്കും തുടങ്ങുന്നെങ്കിലും
ദൈവത്തിൻ്റെ ന്യായവിധിയുടെ തുടക്കങ്ങളോടെയായിരിക്കും. ഭൂമിയിൽ 1/3 ഭാഗം നശിച്ചു പോകും, 1/3 ജനം നശിച്ചു പോകും, 1/3 ജീവികൾ നശിച്ചു പോകും. അതികഠിനമായ പീഡനങ്ങളുടെ ഒരു കാലമായിരിക്കും സാത്താൻ ഭരിക്കുന്ന കാലം. അന്ന് ദൈവമക്കളൊന്നും അധികം പേരൊന്നും ഈ ഭൂമി കാണത്തില്ല. അതിനുശേഷം വിശ്വാസം എന്ന് ആരെങ്കിലും കാണും. അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസികളൊക്കെ പോകും. ഇത് ഞാൻ ഞങ്ങളുടെ പഠിപ്പീരുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വേദോസം വായിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ദൈവദാസന്മാരെ പഠിപ്പിക്കുന്നവർ ഇന്നും ഭൂമിയിൽ ഇരിപ്പുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനികളിൽ ഒരാളാണ് പാസ്റ്റർ പരമേശ്വരൻ അതിരൂപൻ. അദ്ദേഹം എഴുതിയ വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനം എന്നുള്ള പുസ്തകം ഹല്ലേലൂയ പത്രത്തിൽ നിങ്ങൾ എഴുതി ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് അച്ചടിച്ച് ഉണ്ടെങ്കിൽ അവരത് അയച്ചു തരും. ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ആദ്യം അദ്ദേഹം തുടർമാനമായി ഈ ലോകാവസാനത്തെയും ദൈവസിംഹാസനത്തെയും കുറിച്ചൊക്കെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കുണ്ട്. അത് ഞാനിടാം. നിങ്ങൾക്ക് വിശദമായി പഠിക്കണമെങ്കിൽ നിങ്ങൾ ആ ലിങ്കിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾക്ക് കേൾക്കുകയും ചെയ്യാൻ കഴിയും. ഈ 7 വർഷക്കാലം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഈ ലോകത്തിലെ വാഴ്ച. ഇതാരായിരിക്കും എന്ന് ആർക്കും അറിഞ്ഞൂടാ. എന്നാൽ അന്ന് വിശ്വാസികൾ ഈ ഭൂമിയിലില്ല. ഉണ്ടെങ്കിൽ നാമധേയ ക്രിസ്ത്യാനികൾ മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ ഭൂമിയിലെ ഏറ്റവും വലിയ മതം എന്തായിരിക്കാം? അത് ഇസ്ലാം ആയിരിക്കും. ക്രിസ്ത്യാനികളിൽ ശരിക്കും യേശുവിനെ വിശ്വസിച്ചവരും വിശുദ്ധിയോടെ ജീവിച്ചവരും എല്ലാം നിത്യതയിൽ യേശുവിനോടൊപ്പം മധ്യാകാശത്തിലേക്ക് കടന്നു പോകും. പിന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്ന മുസ്ലിം മതമായിരിക്കും. ഞാനിത് പറയാൻ കാരണം ഇസ്ലാം പ്രചരിപ്പിക്കുന്ന കുപ്രസിദ്ധി ആർജിച്ച ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ കേട്ടു. 7 വർഷം അദ്ദേഹം ഒരു പേര് പറഞ്ഞു. ആ ആളായിരിക്കും, ഇസ്ലാം ആയിരിക്കും ഈ ഭൂമിയെ ഭരിക്കുന്നത്. എനിക്ക് ആദ്യം അതിശയം തോന്നിയെങ്കിലും ഈ 7 വർഷം എന്നുള്ള കണക്ക് എനിക്ക് അതിശയം തോന്നി. കാരണം അത് വേദോത്സവമായിട്ട് മാച്ച് ചെയ്യുന്നതാണ് 7 വർഷം. ഈ 7 വർഷം ഭൂമിയെ ഭരിക്കുമെന്ന് അവരുടെ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ടെന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നത് കേൾക്കുവാനായിട്ടിടയായി. ഒരുപക്ഷെ ആയിരിക്കാം ഇസ്ലാമിൽ നിന്നുള്ള ഒരു മുസ്ലിം ആയിരിക്കാം ആൻറ്റി ക്രൈസ്റ്റായിട്ട് വരുന്നത്, നമുക്കറിയത്തില്ല. രണ്ടാമത് പറയാനൊരു കാരണം, ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം വെടിയേൽക്കുന്ന ആ ഒരു രംഗം നമ്മൾ മിക്കവാറും എല്ലാവരും കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് തൊട്ടുകൊണ്ട് അദ്ദേഹം മുഖം തിരിച്ചതും ഇവിടെ കൊള്ളേണ്ട വെടി മൂക്കി തൊട്ടിങ്ങനെ ചെവി തൊട്ടങ്ങ് പോയി. ജസ്റ്റ് 1 മില്ലിമീറ്ററിൻ്റെ വ്യത്യാസത്തിൽ അദ്ദേഹം രക്ഷപ്പെട്ടു. ഒന്ന് മുഖം വെട്ടിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊടി പോലും കാണത്തില്ലായിരുന്നു. തലച്ചോറ് പിളർന്ന് അപ്പുറത്തൂടെ പോയനെ. നല്ല കഷ്ടിച്ച് രക്ഷപ്പെട്ടു. എന്നാൽ ഇതേ കാര്യം ഈ നടക്കുന്നതിന് മുമ്പ് കൃത്യമായി ഇങ്ങനെ തന്നെ അദ്ദേഹം ഒരാൾ വെടിവെക്കുന്നു, മുഖം വെട്ടിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മുഖത്തെയും ചെവിയോ ഉരസിക്കൊണ്ടൊരു വെടിയുണ്ട പോകുന്നു എന്ന് ഞാൻ കാണുന്നുവെന്ന് പറഞ്ഞ ഒരു പ്രവാചകനായ ദേവദാസൻ അമേരിക്കയിലുണ്ട്. അദ്ദേഹം ലോകാവസാനത്തെക്കുറിച്ച് നടത്തിയ പ്രവചനങ്ങളിൽ അന്ത്യക്രിസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അതൊരു മുസ്ലിം ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന്. മുസ്ലിമിനെയാണ് കാണുന്നതെന്നാണ് പറഞ്ഞത്. ആയിരിക്കാം. ഏതായാലും ഞാൻ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്നില്ല. കാരണം ഞാൻ ഉറപ്പായിട്ടും വിശുദ്ധിയോടെ ജീവിക്കുന്നെങ്കിൽ ഞാനിവിടെ കാണത്തില്ല. ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നത്, നിങ്ങളും ആ കഷ്ടകാലത്തിനകത്ത് കയറാൻ പാടില്ല. നിങ്ങൾ വെളിപ്പാട് പുസ്തകം വായിക്കണം. അന്ന് നടക്കാൻ പോകുന്ന, ഇന്ന് ഭൂമിയിൽ ഇതുവരെ സംഭവിക്കാത്ത കഷ്ടങ്ങളാണ് ആ കാലങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്. ഒരിക്കലും
മനുഷ്യൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കഷ്ടങ്ങളാണ് ആ സമയത്ത് ഇവിടെ വരാൻ പോകുന്നത്. ആ കഷ്ടങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകാതിരിക്കണം എന്നുള്ളത് ഞങ്ങളുടെയും ആഗ്രഹമാണ്. ഈ 7 വർഷത്തിൽ 3.5 വർഷം കൊണ്ട് അവൻ യെരൂശലേം മന്ദിരം ഉണ്ടാക്കുകയും ഇസ്രായേലിനെ സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യും. എങ്കിലും 3.5 വർഷത്തിൻ്റെ അവസാനം അവൻ സ്വയം തന്നെത്താൻ ദൈവമാണെന്ന് ഡിക്ലെയർ ചെയ്യും. എന്നാൽ പ്രിയപ്പെട്ടവരെ, യഹൂദൻ സത്യദൈവമായ യേശു കർത്താവിനെ അവർ വിശ്വസിച്ചില്ല, ക്രൂശിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ജീവനുള്ള ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച് യേശുവിനെ പോലും അത്ഭുതങ്ങളും അടയാളങ്ങളും മരിച്ചവരെ ഉറപ്പിക്കുന്ന മുതൽ സകലമാന കാര്യങ്ങളും കർത്താവ് ചെയ്തിട്ട് അവരാരും യേശുവിനെ വിശ്വസിച്ചില്ല. അങ്ങനത്തെ ഒരു ആളുകളെ ദൈവമാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാനൊന്നും പിശാചിനും കഴിയത്തില്ല. അവർ രണ്ടുപേരും എതിരാവും. അങ്ങനെ 7-ാം വർഷത്തിൻ്റെ അവസാനം പിശാചി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും ഇസ്രായേലിനെതിരെ വരുത്തും. ഒരു വലിയൊരു യുദ്ധത്തിനായിട്ട് ഇവരെ കീഴടക്കുക. എന്നാൽ ഇസ്രായേലിനെ കീഴടക്കാനൊന്നും ആർക്കും ഇനി കഴിയത്തില്ല. ആ കാലങ്ങളെ കഴിഞ്ഞു. ഞാനൊരിക്കൽ കർത്താവിനോട് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചു. ഈ പെട്ടെന്ന് നൊടിയിടയിൽ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുമെന്നുള്ളതിന് തെളിവുണ്ട്, ശരിക്കും അത് അക്ഷരീയമായി സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ കർത്താവിനോ, അത് ഗുജറാത്തിൽ വെച്ച് ജാംനഗർ 95-ലെ കാര്യമാണ് ഞാൻ പറയുന്നത്, കർത്താവിനോട് പറഞ്ഞ മറുപടി, 2000 വർഷം ഇല്ലാതിരുന്ന ഒരു രാഷ്ട്രത്തെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ റാപ്ചർ നടക്കുമെന്നാണ് കർത്താവിനോട് പറഞ്ഞത്. ഞാനത് 100% വിശ്വസിക്കുന്നു. നിന്ന നിപ്പിൽ ഏലിയൻസ് തട്ടിക്കൊണ്ടുപോയെന്ന് പറയത്തക്ക രീതിയിൽ മനുഷ്യരിൽ വിശ്വാസികൾ ഈ ഭൂമിയിൽ നിന്ന് പോകും. അതിനെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ഭാര്യ ഇവിടെ കിടക്കും, ഭർത്താവ് എടുക്കപ്പെടും, ഭർത്താവ് ഇവിടെ കിടക്കും, ഭാര്യ എടുക്കപ്പെടും, മക്കൾ ചിലപ്പോൾ എടുക്കും, മാതാപിതാക്കൾ ഇവിടെ കിടക്കും, അയൽക്കാർ പോവും, അടുത്ത അയൽക്കാരൻ അവിടെ കിടക്കും. ഒന്നും പറയാൻ പറ്റില്ല. ആര് പോവും, എങ്ങനെ പോവും അറിയത്തില്ല. ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ടെങ്കിൽ അവരെടുക്കപ്പെടും, ഇല്ലാത്തവർ ഇവിടെ കിടക്കും, ഏത് സഭയുടെ മെമ്പറായാലും. ചുരുക്കം പറഞ്ഞാൽ സാത്താൻ ഈ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളെയും ഇസ്രായേലിനെതിരെ കൊണ്ടുവരുമെങ്കിലും ഈ 7-ാം വർഷത്തിൻ്റെ അവസാനം സകല രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ ലോക പ്രസിഡന്റായ പിശാചിൻ്റെ നേതൃത്വത്തിൽ വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കണ്ണ് കാണത്തക്ക രീതിയിൽ യേശു കർത്താവ്, കണ്ണുകൊണ്ട് കാണത്തക്ക രീതിയിൽ യേശു കർത്താവ് സഭയുമായി ഇറങ്ങി വരികയും ഈ യുദ്ധത്തിന് വന്ന മുഴുവൻ പേരെയും തകർക്കുകയും ചെയ്യും. അതിനുശേഷം ചിലർ പറയും ലോകം ഇപ്പം അങ്ങ് തീരും. ഇപ്പോഴും തീരത്തില്ല. ഈ യുഗം തീരുകയാണ്. ഈ യുഗം ഇതോടുകൂടി തീരും. അന്ന് ദുഷ്ടരായിട്ടുള്ള മുഴുവൻ ആളുകളും മിക്കവാറും ആരും ഭൂമിയിൽ ജീവനോട് കാണുകയില്ല. എന്നാൽ അന്ന് ജീവനോട് കാണുന്ന ആളുകൾ അടുത്തൊരു യുഗത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അതായത് 1000 വർഷം യെരൂശലേമിൽ നിന്ന് യേശു ഭൂമിയിൽ രാജാവായി വാഴുന്ന ഒരു കാലം. യേശു കർത്താവ് ഈ ലോകത്തെ ദൈവം സൃഷ്ടിച്ച ഒരു ലക്ഷ്യമുണ്ട്. ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ഈ ഉദ്ദേശങ്ങൾ ഒരിക്കലും നടക്കാതിരിക്കാനാണ് സാത്താൻ ആദ്യം മുതൽ ഹവ്വയിലൂടെയും ഹവ്വയിലൂടെ കയറി ഈ ലോകത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ മാറ്റിമറിക്കാൻ ആർക്കും കഴിയത്തില്ല. ആ ഒരു കാര്യം ദൈവം എന്തുദ്ദേശിച്ചോ ആ കാര്യത്തിലേക്കാണ് ഈ 1000 വർഷം വരുന്നത്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വേദോസം വായിക്കാൻ മനസ്സിലാവും. 1000 വർഷം യേശു ഭൂമിയിൽ വാഴും. യേശു മാത്രം രാജാവായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അന്ന് സിംഹവും പുല്ല് തിന്നും, കടുവയും പുല്ല് തിന്നും, സർപ്പവും കുഞ്ഞുങ്ങളും ഒരുമിച്ച് കളിക്കും. മനുഷ്യനിന്ന് ചിന്തിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ദൈവം എങ്ങനെയാണോ ലോകത്തെക്കുറിച്ച് ചിന്തിച്ചത് ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അങ്ങനെ ഏറ്റവും മനോഹരമായ ആ കാലങ്ങൾക്ക് ശേഷം
വീണ്ടും കർത്താവ് പിശാചിനെ ഈ 1000 വർഷത്തിൻ്റെ തുടക്കത്തിൽ പിശാചിനെ, മനുഷ്യരെ വഞ്ചിച്ചുകൊണ്ടിരുന്ന പിശാചിനെ ദൈവം പൂട്ടിയിടുന്നുണ്ട് 1000 വർഷത്തേക്ക്. അതുകൊണ്ടാണ് ആ ലോകത്തിൽ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ ഈ 1000 വർഷത്തിൻ്റെ അവസാനം സാത്താനെ തുറന്നു വിടുകയും അവൻ വീണ്ടും മനുഷ്യരെ വശീകരിച്ച് ദൈവത്തിനെതിരെ കൊണ്ടുവരികയും ചെയ്യും. വീണ്ടും ഒരു ലോകമഹായുദ്ധം ഉണ്ടാകും. ആ ലോകമഹായുദ്ധത്തോടുകൂടി ഈ കാണുന്ന ഭൂമി ഇല്ലാതായി പോകും. ഇത് തീക്കരയാകും. ഇതിൻ്റെ മൂലകങ്ങൾ വരെ കത്തി അഴിയും. അതായത് ഒരു ഭൂമി മുഴുവൻ വ്യാപിക്കുന്ന ഒരു ആറ്റമിക് അല്ലെങ്കിൽ ന്യൂക്ലിയർ സ്ഫോടനം ഉണ്ടാകും. മുഴുവൻ ഭൂമിയും നശിച്ചു പോകും. കത്തി കരിഞ്ഞു പോകത്തക്ക രീതിയിൽ ഉള്ള ഒരു ന്യൂക്ലിയർ സ്ഫോടനം ഈ ഭൂമിയിലുണ്ടാകും. ഒന്നല്ല, എനിക്ക് തോന്നുന്നത് ഇന്ന് ഈ 10,000 കണക്കിന് 7,000 8,000 വെച്ചാണ് അമേരിക്കയും റഷ്യയും ഈ ആറ്റം ബോംബുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ എല്ലാം കൂടെ 8, 7, 15 പിന്നെ ബാക്കിയുള്ളതെല്ലാം കൂടെ ഒരു 16,000, 17,000 17,000 മുകളിൽ ആറ്റം ബോംബുകൾ തന്നെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഇതെല്ലാം പൊട്ടിത്തെറിക്കുന്ന ഒരു ദിവസം. അതോടുകൂടി ഈ ഭൂമി ഒന്നിനും കൊള്ളതായിത്തീരും. ഇത് കഴിഞ്ഞു. പിന്നെ കാണുന്ന പുതിയ ഭൂമി, പുതിയ ആകാശം, ഒരിക്കലും അവസാനിക്കാത്ത യേശുവിനോട് കൂടിയുള്ള ജീവിതം, ഇതൊക്കെയാണ് വെളിപ്പാട് 21, 22 അധ്യായങ്ങളിൽ പറയുന്നത്. ഞാനിതൊക്കെ പറയുന്നത് ഒരുപാട് കള്ളപ്രവാചകന്മാരും ഒക്കെ ഉണ്ട്. അവർ പല കാര്യങ്ങൾ പറയും, എന്നാൽ കള്ളപ്രവചനങ്ങളുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ എന്ത് എഴുതിയിരിക്കുന്നോ അത് തന്നെയാണ് ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ളത്. അതിനകത്തൊരു വള്ളിയും പുള്ളിയും മാറിയിട്ടില്ല. നിങ്ങളത് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ പ്രവചനങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങളുണ്ട്. ഞാൻ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചു അതൊന്നും പറയാനുള്ള സമയമില്ല. ഇപ്പോൾ തന്നെ 27 മിനിറ്റായി. പ്രിയപ്പെട്ടവരെ, ഈ ലോകം അവസാനിക്കുവാൻ ഇനി അധികകാലമില്ല. ദൈവത്തിൻ്റെ സത്യസഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടാറായി. സാത്താൻ ഈ ഭൂമിയിൽ വാഴുവാനായിട്ട് എവിടെയോ ഉണ്ട് എന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഈ ലോകം തകർക്കപ്പെടുവാൻ പോവുകയാണ്. ആ കാലങ്ങളിലേക്ക് കടന്നു പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങളൊരു പാപിയാണെന്ന് അംഗീകരിക്കുക, യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവായി സ്വീകരിക്കുക, നിങ്ങളുടെ ജീവിതം യേശുവിന് പൂർണ്ണമായി സമർപ്പിക്കുക, യേശു പറയുന്നതനുസരിച്ച് ജീവിക്കുക, യേശുവിനെ സ്നേഹിക്കുക. അതിനിടയ്ക്ക് സ്നാനപ്പെടൽ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, വിശുദ്ധിയോടെ ജീവിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് ദൈവസഭയിൽ അംഗമായി നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ ഈ കഷ്ടത്തിൽ കൂടെ ഒന്നും നിങ്ങൾ കടന്നു പോകത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് യേശുവിനോട് കൂടെ എടുക്കപ്പെടാം. ഈ ലോകം പറയും ഏലിയൻസ് വന്ന് തട്ടിക്കൊണ്ടുപോയി. സാരമില്ല, നമ്മുടെ കർത്താവ് ഒരു ഏലിയനാണെങ്കിൽ അതങ്ങനെയാകട്ടെ. നമുക്ക് സന്തോഷമാണ്. യേശുവിനോടുകൂടെ നിത്യതയോളം നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും. ദൈവം നമ്മളെ അതിനായി ഒരുക്കുവാനായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിയെ കെട്ടിവെച്ചിരിക്കുന്ന സകല ദുഷ്ടൻ്റെ അന്ധകാര ശക്തികളെയും ഞാനിപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിച്ച് പുറത്താകും. കർത്താവേ, ഈ ജനത്തിന് കഷ്ടത്തിൽ കൂടെ കടന്നു പോകാൻ ഇടയാകരുത് എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കും. ഈ ലോകം അതിൻ്റെ അന്ത്യത്തോടെ അടുത്തിരിക്കുന്നുവെന്ന് കർത്താവെ ഞങ്ങൾ അറിയുന്നു. കർത്താവെ, അതെല്ലാം ഈ ലോകത്തിന് മനസ്സിലാകുവാൻ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ കർത്താവ് നിറയ്ക്കണം എന്നായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ഈ കഷ്ടത്തിൽ കൂടെ കടന്നു പോകരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം നിങ്ങളെ സാത്താൻ്റെ പദ്ധതികളിൽ നിന്ന് വിടിവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ വിരാമം കുറിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.